ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ പേജസ് ഓഫ് വണ്ടർ എന്ന 3rd യൂണിറ്റിലെ ദ കളർഫുൾ ട്രഷർ എന്ന സ്റ്റോറി പഠിക്കാം. ഈ സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ പാഠത്തിന്റെ മുഴുവൻ ആക്ടിവിറ്റീസും ചെയ്യാം. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേജസ് ഓഫ് വണ്ടർ എന്ന് വെച്ചാൽ അത്ഭുതങ്ങളുടെ താളുകൾ. താളുകൾ എന്ന് വെച്ചാൽ ബുക്സിലെ പേജിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബുക്സിനെയും വായനയുടെയും ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ് കൂട്ടുകാർ ഇന്ന് കേൾക്കുന്നത്. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് നീൽ ഗെയ്മന്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന സ്വപ്നമാണ് പുസ്തകങ്ങൾ. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്ക് പുസ്തകങ്ങളുടെ സഹായം ആവശ്യമാണ്. പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ അറിവും നേടിയെടുക്കുന്നത്. ഒബ്സർവ് ദി പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. 3 കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നതാണല്ലേ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവർ പുസ്തകങ്ങൾ വായിക്കുകയാണല്ലേ. ദേ ആർ റീഡിംഗ് ബുക്സ്. ഡു യു ലൈക്ക് റീഡിംഗ്? നിങ്ങൾക്ക് വായന ഇഷ്ടമാണോ? അപ്പോൾ നിങ്ങൾക്ക് വായന ഇഷ്ടമാണെങ്കിൽ യെസ് ഐ ലൈക്ക് റീഡിംഗ് എന്ന് എഴുതാം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഏതാണ്? ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറെ, അതായത് സ്റ്റോറിയിലെയോ അല്ലെങ്കിൽ കാർട്ടൂണിലെ ക്യാരക്ടറെയോ ചിത്രം വരഞ്ഞ് നിറം നൽകാവുന്നതാണ്. ചിത്രം വരയുന്നതിനുള്ള സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ചിത്രം വരഞ്ഞ് നിറം നൽകാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിംഗ്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. ഡിസ്കവർ എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. വായനയിലൂടെ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തൂ. അത് നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത്. ദ കളർഫുൾ ട്രഷർ. ട്രഷർ എന്ന് വെച്ചാൽ നിധി, വർണ്ണാഭമായ നിധി. ടിയേഴ്സ് ആൻഡ് ജോയ്. കണ്ണീരും സന്തോഷവും. ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണീർ. ഇൻ എ ഫാർ എവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾസ്. ദൂരെയുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോയിരുന്നില്ല. They always wandered here and there. Wandered എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ്. ആ കുട്ടികൾ എപ്പോഴും അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. They lived close to a garbage dump. അവർ ഗാർബേജ് ഡംപ് എന്ന് വെച്ചാൽ മാലിന്യ കൂമ്പാരം, മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. ആ ഒരു ട്രാഷിൽ നിന്നും, ട്രാഷ് എന്ന് വെച്ചാൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലം, അവിടെ നിന്നും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നിറങ്ങൾ പുറത്തേക്ക് വന്നു. ക്രംബിൾഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ് ആൻഡ് ടാറ്റേർഡ് ക്ലോത്ത്സ് സ്കാറ്റേർഡ് എവരിവെയർ. അവിടെ ആകെ ചുരുട്ടിക്കൂട്ടിയ പേപ്പറുകൾ, ക്രംബിൾഡ് എന്ന് വെച്ചാൽ ചുരുട്ടിക്കൂട്ടിയ, ഷൈനി ബോട്ടിൽസ് തിളക്കമുള്ള ബോട്ടിലുകൾ, അതുപോലെ കീറിയ വസ്ത്രങ്ങൾ, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ അവിടെയെല്ലാം ചിതറി കിടക്കുന്നു. The children's laughter rang like bells amidst the garbage. Amidst എന്ന് വെച്ചാൽ നടുവിൽ. ആ ഒരു മാലിന്യ കൂമ്പാരത്തിന്റെ നടുവിൽ കുട്ടികളുടെ ചിരി ബെല്ല് മുഴങ്ങുന്നത് പോലെ കേട്ടു. But a sadness lingered in their hearts. Lingered എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുക. പക്ഷേ ആ കുട്ടികൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരു സാഡ്നെസ്, ഒരു സങ്കടം തങ്ങി നിന്നിരുന്നു. ഈ ഒരു പിക്ചറിൽ നമുക്ക് ആ കുട്ടികളെ കാണാം. മുഷിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റു കുട്ടികളെ പോലെ സ്കൂളിലേക്കൊന്നും പോകാൻ കഴിയാത്ത കുട്ടികളാണ് ഇവർ. ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഡു ആൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? വാട്ട് ഡു യു തിങ്ക്? എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടല്ലേ. പക്ഷേ ഇപ്പോഴും സ്കൂളിലേക്കോ പഠിക്കാനോ പോകാൻ കഴിയാത്ത ഒരുപാട് കുട്ടികൾ പല നാട്ടിലുമുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം. നോ,
All children do not get a chance to go to school. Next question. What is sadness lingered in their hearts? What could be the reason? പക്ഷേ അവരുടെ മനസ്സിൽ ഒരു സങ്കടം നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിനുള്ള കാരണം? The reason for their sadness is that they could not go to school. അവരുടെ സങ്കടത്തിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. A thirsty to read എന്ന് വെച്ചാൽ വായിക്കാനുള്ള ദാഹം. Thirsty എന്ന് വെച്ചാൽ ദാഹം. Every morning the children saw other children going to school by school bus. ഈ കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ മറ്റു കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്നത് കാണാറുണ്ട്. They were clean and iron uniforms. ആ കുട്ടികളെല്ലാം നല്ല വൃത്തിയുള്ളതും അയൺ ചെയ്തതുമായ യൂണിഫോം ആണ് ധരിച്ചിരുന്നത്. Some of them were reading books and they never cared for these poor children. ചില കുട്ടികളെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതുപോലെ ആ കുട്ടികളൊന്നും ഈ പാവപ്പെട്ട കുട്ടികളെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. The children looked curiously at them. ഈ പാവപ്പെട്ട കുട്ടികൾ ആ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വളരെ കൗതുകത്തോടു കൂടി നോക്കി നിന്നു. They clutched the crumbled pieces of paper they got from the garbage. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ച ആ പേപ്പർ കഷ്ണങ്ങൾ ഈ കുട്ടികൾ കയ്യിൽ പിടിച്ചു നിന്നു. Some of them imitated the other children reading. ചില കുട്ടികൾ മറ്റു കുട്ടികൾ വായിക്കുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്ത് നിന്നു. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം ആ ഒരു പാവപ്പെട്ട കുട്ടികൾ എത്ര കൗതുകത്തോടു കൂടിയാണല്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവർക്കും സ്കൂളിൽ പോകാനും പഠിക്കാനും എല്ലാം ആഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്നതും നോക്കി നിൽക്കുന്നത്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. Why did the children in the village look curiously at the children in the school bus? സ്കൂൾ ബസ്സിൽ പോകുന്ന ആ കുട്ടികളെ എന്തിനാണ് വില്ലേജിലുള്ള മറ്റു കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടി നോക്കി നിന്നിരുന്നത്? Children in the village never get a chance to go to school. They want to get on the school bus and go to school. So they look curiously at the children in the school bus. ആ വില്ലേജിലുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ആ കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാലാണ് അവർ ബസ്സിൽ പോകുന്ന മറ്റു കുട്ടികളെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്നത്. ദി ഹിഡൻ ട്രഷർ. ഹിഡൻ എന്ന് വെച്ചാൽ ഒളിപ്പിക്കുക. ട്രഷർ എന്ന് വെച്ചാൽ നിധി. ഒളിപ്പിച്ചു വെച്ച നിധി. വൺ ഡേ എ വുമൺ കെയിം ദർ. ഒരു ദിവസം ഒരു സ്ത്രീ അവിടേക്ക് വന്നു. ഷി വെയർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. വെള്ള ചുരിദാറിന്റെ മുകളിൽ ഒരു റെഡ് കളറിലുള്ള ദുപ്പട്ടയാണ് അവർ ധരിച്ചിരുന്നത്. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഇൻ ഹെർ ബിഫോർ. ഇതിനു മുൻപൊന്നും ആ കുട്ടികൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. കുട്ടികളെല്ലാരും അവരെ അത്ഭുതത്തോടു കൂടി നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ദി ചിൽഡ്രൻ. അവൾ കുട്ടികളെ നോക്കി ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ദർ ഫോർ എ വൈൽ? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അവൾ കുട്ടികളോട് ചോദിച്ചു അല്ലേ, ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ എന്ന്. അതിനുശേഷം ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിന്റെ മുകളിലായി അവർ ഇരുന്നു. ദ ചിൽഡ്രൻ വെർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾക്ക് ആകെ ആശയക്കുഴപ്പമായി. അവർ പരസ്പരം നോക്കി. ഷീ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. ആ സ്ത്രീ അവരുടെ ബാഗ് തുറന്നതിനു ശേഷം ചില വസ്തുക്കൾ പുറത്തേക്ക് എടുത്തു. ഈ ഒരു പിക്ചറിൽ നമുക്ക് ആ അജ്ഞാതയായ സ്ത്രീയെ കാണാം. വെള്ള ചുരിദാറും റെഡ് കളറിലുള്ള ദുപ്പട്ടയുമാണല്ലേ അവർ ധരിച്ചിരിക്കുന്നത്. ആ കുട്ടികളെല്ലാരും അവരെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കുന്നുമുണ്ട്. ഹൂ മേ ബി ദ ലേഡി? വൈ ഡിഡ് ഷീ കം ദർ? ആരായിരിക്കും ആ സ്ത്രീ? എന്തിനായിരിക്കും അവർ ഇവിടെ വന്നിരിക്കുന്നത്? അത് എന്തിനായിരിക്കും വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അല്ലെ. ഒരു പക്ഷേ ആ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും വന്നിരിക്കുന്നത്. വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്? ക്യാൻ യു ഗസ്? അവരുടെ ബാഗിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഊഹിക്കാമോ? അതും നമുക്കറിയില്ല അല്ലെ. എന്താണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ ബാഗിൽ എന്ന്. വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും പേരുകളുണ്ട്. ആ കുട്ടികൾക്ക് ഈ ഒരു ലേഡിയെ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. ഈ കുട്ടികൾ കുറച്ചുകൂടി അടുത്തേക്കായി ഇരുന്നു. ആ ഒരു സ്ത്രീയുടെ അടുത്തേക്കായി ഇരുന്നു. They were eager to discover the treasures hidden in her bag. അവരുടെ ബാഗിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കുട്ടികൾക്ക് അറിയാൻ വളരെ ആകാംക്ഷയായി. The woman revealed a collection of vibrant books including deep blues, bright yellows and rich reds. ആ ഒരു സ്ത്രീ അവരുടെ കയ്യിലുള്ള ബാഗിൽ നിന്നും
വളരെ വൈബ്രന്റ് കളറിലുള്ള ബുക്സുകൾ പുറത്തേക്ക് എടുത്തു. നല്ല കടും നിറത്തിലുള്ള നീല നിറമുള്ള ബുക്കുകൾ, ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ നിറത്തിലുള്ള ബുക്കുകൾ, അതുപോലെ നല്ല റിച്ച് റെഡ് ആയിട്ടുള്ള ബുക്സുകൾ. ഷീ സ്മൈൽഡ് അറ്റ് ദം. അവൾ അവരെ നോക്കി ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ആ സ്ത്രീ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരുകൾ പറയൂ. അത് കേട്ട കുട്ടികൾ പരസ്പരം നോക്കി. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ ആരും അവരുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മുത്തു, നിന്നു, തേജു. ഹെസിറ്റന്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. ഹെസിറ്റന്റ്ലി എന്ന് വെച്ചാൽ മടിച്ച് മടിച്ച് അവർ അവരുടെ പേരുകൾ പറഞ്ഞു. മുത്തു, നിന്നു, തേജു. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിംസ്. ആ കുട്ടികൾക്ക് ആ ഒരു സ്ത്രീയുടെ പേര് എന്താണെന്നും അറിയണം എന്ന് തോന്നി. Their eyes were asking for it. ആ കുട്ടികളുടെ കണ്ണുകൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. Call me ദീദി, the woman said pleasantly. Pleasantly എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി. ആ ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ദീദി എന്ന് വിളിക്കാം. ഈ ഒരു പിക്ചറിൽ ദീദിയും കുട്ടികളും ബുക്കുകൾ വായിക്കുന്നത് കാണാമല്ലേ? അപ്പോൾ ആരായിരിക്കും ഈ ദീദി? കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. Do the children like ദീദീസ് presence? Why? കുട്ടികൾ ദീദിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? Yes, the children liked Didi's presence because she called them by their names and gave them a collection of books. അതെ, കുട്ടികൾക്ക് ദീദിയുടെ സാന്നിധ്യം പ്രസൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ദീദി അവരെ പേര് എടുത്ത് വിളിക്കുകയും അതുപോലെ അവർക്ക് ബുക്കുകൾ നൽകുകയും ചെയ്തു. അതിനാലാണ് കുട്ടികൾക്ക് ദീദിയുടെ പ്രസൻസ് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം. വേൾഡ് ഓഫ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളുടെ ലോകം. These books are for you, said ദീദി. ദീദി പറഞ്ഞു, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. For us, exclaimed നിന്നു. നിന്നു ഉറക്കി ചോദിച്ചു, ഇത് ഞങ്ങൾക്കുള്ളതാണോ? ഞങ്ങൾക്ക് വേണ്ടിയാണോ? The children looked at one another. കുട്ടികൾ പരസ്പരം നോക്കി. They began to turn the pages. അവര് പുസ്തകത്തിലെ പേജുകൾ ഇങ്ങനെ മറച്ചു നോക്കാൻ തുടങ്ങി. After some time, ദീദി said, okay dears, it is time for me to leave. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദീദി പറഞ്ഞു, ഓക്കെ, എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. See you ദീദി, see you tomorrow. ദീദി said and waved at them. അപ്പോൾ കുട്ടികൾ പറഞ്ഞു see you, ഓക്കെ, പിന്നീട് കാണാം. അപ്പോൾ ദീദി പറഞ്ഞു see you tomorrow, നാളെ കാണാം എന്ന് പറഞ്ഞ് ദീദി കുട്ടികൾക്ക് കൈവീശി കാണിച്ചു. The children waved back. കുട്ടികൾ തിരിച്ചും കൈവീശി കാണിച്ചു. They did not wink their eyes till the red dupatta disappeared. കുട്ടികളുടെ കണ്ണിൽ നിന്നും ആ ഒരു ചുവപ്പ് ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നത് വരെ അവർ കണ്ണ് ചിമ്മാതെ തന്നെ നോക്കി നിന്നു. The children took the books. കുട്ടികൾ ബുക്കുകൾ എടുത്തു. Each book was filled with wonderful stories and beautiful illustrations. ഓരോ ബുക്കും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ കൊണ്ടും അതുപോലെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റോറി കൊണ്ടും നിറഞ്ഞിരിക്കുന്നതായിരുന്നു. They were not able to read the stories. പക്ഷെ അവർക്ക് ആ ഒരു ബുക്കിലെ സ്റ്റോറീസ്, കഥകൾ വായിക്കാൻ കഴിയുമായിരുന്നില്ല. But they imagined some stories by looking at the pictures. പക്ഷെ അവരെന്താ ചെയ്തത്? ആ ഒരു ബുക്കിലെ ചിത്രങ്ങൾ നോക്കി സ്റ്റോറി എന്താണെന്ന് അവർ മനസ്സിലാക്കി. Why did the children keep watching until Didi's red dupatta disappeared? ദീദിയുടെ ആ ഒരു റെഡ് ദുപ്പട്ട അവരുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് വരെ എന്തിനാണ് അവർ നോക്കി നിന്നത്? Because this is the first time someone has interacted with them so closely. So they kept watching until her red dupatta disappeared. കാരണം അവരുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്രയും അടുത്ത് ഇടപഴകുന്നത്. അതിനാലാണ് ദീദിയുടെ ആ റെഡ് ദുപ്പട്ട ദീദിയെ അവരുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് വരെ അവരിങ്ങനെ നോക്കി നിന്നത്. അവർ ദീദി, ഞങ്ങളുടെ ദീദി. ദീദി began to come every day. അങ്ങനെ ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. They sat with her and listened to the stories. കുട്ടികൾ ദീദിയുടെ കൂടെ ഇരിക്കുകയും സ്റ്റോറികൾ ശ്രദ്ധിച്ച് കേൾക്കാനും തുടങ്ങി. Wow, what fantastic tales ദീദി read out to them. നമുക്ക് ദീദി വായിച്ചു തരുന്ന സ്റ്റോറികളെല്ലാം എന്ത് അതിശയമുള്ള കഥകളാണ്. Slowly they began to recognize letters and words. അങ്ങനെ പതിയെ പതിയെ ആ കുട്ടികൾ വാക്കുകളും അക്ഷരങ്ങളുമെല്ലാം
തിരിച്ചറിഞ്ഞു തുടങ്ങി. ബിഫോർ ലോങ് ദേ were റീഡിംഗ് സ്റ്റോറീസ് ടു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്റ്റോറികളെല്ലാം വായിച്ചു തുടങ്ങി. They began to love their ദീദി deeply. ആ കുട്ടികൾ അവരുടെ ദീദിയെ വളരെ ആഴത്തിൽ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. They decided to decorate ദീദി's seat. അവർ ദീദി ഇരിക്കുന്ന സീറ്റിനെ ഡെക്കറേറ്റ് ചെയ്യാൻ, അലങ്കരിക്കാൻ തീരുമാനിച്ചു. They brought a chair, a piece of carpet and some curtains. അപ്പോൾ അവർ അതിനു വേണ്ടി ഒരു ചെയർ വാങ്ങിച്ചു. എന്നിട്ട് അതിനെ കാർപ്പറ്റ് കൊണ്ടും കർട്ടൻ കൊണ്ടും അലങ്കരിച്ചു. ബൈ നൗ ദീദി സ്പേസ് ലുക്ക് ലവ്ലി. അങ്ങനെ ദീദി ഇരിക്കുന്ന ആ ഒരു സ്ഥലം വളരെ ഭംഗിയുള്ളതായി. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷേ ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. അടുത്ത ദിവസവും ദീദി വന്നില്ല. ദ ചിൽഡ്രൻ were worried. കുട്ടികൾക്ക് പേടി തോന്നി. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ്. എന്നാലും അവർ ആ ദീദിക്ക് വേണ്ടി കാത്തിരുന്നു. ബട്ട് ഷീ ഡിഡ്ന്റ് കം. പക്ഷേ അപ്പോഴും ദീദി വന്നില്ല. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദി സീറ്റ്? ദീദിയുടെ സീറ്റ് ഭംഗിയാക്കാൻ വേണ്ടി ആ കുട്ടികൾ എന്താണ് ചെയ്തത്? They beautified ദീദി's seat with a chair, a piece of carpet and some curtains. ദീദിയുടെ സീറ്റ് അവർ അലങ്കരിച്ചത് ചെയറും കാർപ്പറ്റും കർട്ടൻസും ഉപയോഗിച്ചാണ്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻഡ് ടു ദീദി? ക്യാൻ യു ഗസ്? ദീദിക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറയാമോ? ഒരു പക്ഷേ ദീദിക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ കാരണമായിരിക്കാം വരാത്തത്. എന്തുകൊണ്ടാണ് ദീദി വരാത്തത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ ക്ലൂ. ക്ലൂ എന്ന് വെച്ചാൽ സൂചന. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റൈറ്റൺ ഓൺ ദ ലാസ്റ്റ് പേജ്. അങ്ങനെ ഒരു ദിവസം ഒരു ബുക്കിന്റെ ലാസ്റ്റ് പേജിലായി അവർ ദീദിയുടെ അഡ്രസ് എഴുതി വെച്ചത് കണ്ടു. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അവരത് എഴുതിയെടുത്തു. എക്സൈറ്റഡ്ലി ദേ വെന്റ് ഇൻ സെർച്ച് ഫോർ ഹെർ. അവരങ്ങനെ ആവേശത്തോടു കൂടി അവരുടെ ദീദിക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. അവർ പോകുന്നിടത്തെല്ലാം അവരുടെ ബുക്കും കയ്യിൽ വെച്ചിരുന്നു. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. കുട്ടികൾക്ക് ഇപ്പോൾ ബസിന്റെ നമ്പറും അതുപോലെ സ്ഥലവും എല്ലാം വായിക്കാൻ പഠിഞ്ഞിരുന്നു. ദേ ട്രാവൽ ടു ദീദീസ് പ്ലേസ്. അവരങ്ങനെ ദീദിയുടെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ദീദിയുടെ വീട് തിരഞ്ഞു നടന്നു. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ് ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അവരങ്ങനെ ക്ഷീണിച്ച് സങ്കടമായി അവര് തിരിച്ചു പോവാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ were റിട്ടേണിംഗ് someone saw a red dupatta on a terrace. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് അതിൽ ചില കുട്ടികൾ ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു റെഡ് നിറത്തിലുള്ള ദുപ്പട്ട കണ്ടു. ദേ റൺ ടു ദാറ്റ് ഹൗസ്. ആ ഒരു ദുപ്പട്ട കണ്ട വീട്ടിലേക്ക് അവർ ഓടിപ്പോയി. There they saw ദീദി lying in the bed. അവർ ദീദിയെ ബെഡിൽ കിടക്കുന്നത് കണ്ടു. She looked very ill. അവർ വളരെ ഒരു രോഗാവസ്ഥയിലായിരുന്നു. How did the children find ദീദീസ് house? എങ്ങനെയാണ് കുട്ടികൾ ദീദിയുടെ വീട് കണ്ടെത്തിയത്? They noticed a red dupatta on a terrace and ran to that house. അവർ ഒരു വീടിന്റെ മുകളിൽ റെഡ് ദുപ്പട്ട കണ്ടു. ആ ദുപ്പട്ട കണ്ട വീട്ടിലേക്ക് അവർ ഓടിപ്പോയി. അങ്ങനെയാണ് അവർ ദീദിയുടെ വീട് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, വാട്ട് കുഡ് ബി ദീദീസ് ഫീലിംഗ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ? കുട്ടികളെ കണ്ടപ്പോൾ ദീദിയുടെ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് ഫീലിങ്സ് എന്തായിരിക്കും? ദീദി വിൽ ബി വെരി ഹാപ്പി. ദീദി വളരെ സന്തോഷിക്കും. ദി മാജിക് ഓഫ് വേർഡ്സ്. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ദീദിക്ക് ആ കുട്ടികളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി, അതുപോലെ തന്നെ സർപ്രൈസുമായി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. ദീദി ആ ബെഡിൽ നീച്ചിരുന്ന് ആ കുട്ടികളോടായി ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. ആ കുട്ടികൾ ദീദിയുടെ നാലു പുറവും ഇരുന്ന് കഥകൾ വായിക്കാൻ തുടങ്ങി. ടീയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. ദീദിയുടെ കണ്ണിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞു. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. ദീദി കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. ദീദി ആ കുട്ടികളോട് പ്രോമിസ് ചെയ്തു, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും വരും. ദ ചിൽഡ്രൻ റിട്ടേൺ ഹോം ഹാപ്പിലി. കുട്ടികൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചുപോയി. നൗ ദീദി കംസ് എവറി ഡേ. ഇപ്പോൾ ദീദി എല്ലാ ദിവസവും വരുന്നുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്.
എല്ലാ വൈകുന്നേരങ്ങളിലും അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. യു ക്യാൻ സീ ദം ലാഫിംഗ്. അവർ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിംഗ്. അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിംഗ് സോ മച്ച് ഫൺ. അവർ ഒരുപാട് ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ ചിൽഡ്രൻ, ദെയർ ദീദി ആൻഡ് ദ ബുക്സ്. കുട്ടികളും അവരുടെ ദീദിയും പുസ്തകങ്ങളും. രുക്മിണി ബാനർജിയുടെ ഒരു മനോഹരമായ സ്റ്റോറിയാണ് ഇപ്പോൾ കൂട്ടുകാർ കേട്ടത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലൈഫ്? ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിയത്? ദീദീസ് അറൈവൽ ബ്രോട്ട് ജോയ് ആൻഡ് ഹോപ്പ് ടു ദി ചിൽഡ്രൻ. ദേ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രതീക്ഷയും കൊണ്ടുവന്നു. അവർ എഴുതാനും വായിക്കാനും പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദി സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിംഗ്. പുസ്തകങ്ങളുടെയും വായനയുടെയും പ്രാധാന്യം. അപ്പോൾ കൂട്ടുകാരെ, കളർഫുൾ ട്രഷർ എന്ന സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് ഈ പാഠത്തിന്റെ ആക്ടിവിറ്റീസുമായി കാണാം. താങ്ക്